നമസ്കാരം. കുജാതി ഗ്രഹങ്ങളെക്കാൾ ബലവാൻ സൂര്യനും സൂര്യനേക്കാൾ ബലവാൻ ചന്ദ്രനും ചന്ദ്രനേക്കാൾ ബലവാൻ നക്ഷത്രങ്ങളുമാകുന്നു. ജ്യോതിഷരത്നമാല ഇത് എടുത്തു പറയുന്നുണ്ട്. ഓരോ നക്ഷത്രത്തിനും ഓരോ പ്രാധാന്യമുണ്ട്. അത് വേണ്ട വിധം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായും പരാജയത്തിൽ നിന്നും വലിയൊരു വിജയത്തിൽ എത്താമെന്നത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഇന്ന് പലരുടെയും ജ്യോതിഷ പരിജ്ഞാനം ഉത്സവപ്പറമ്പിൽ വിൽക്കപ്പെടുന്ന നക്ഷത്രഫലങ്ങളുടെ പുസ്തകത്തിൻ്റെ പരിമിതിയിൽ ഒതുങ്ങുന്നു. ചില നക്ഷത്രജാതകർക്ക് ചില സമയങ്ങൾ തടസ്സമായി തന്നെ നിൽക്കാം. ജ്യോതിഷ പ്രവചനങ്ങളെപ്പോലും തെറ്റിച്ചുകൊണ്ട് ചില നക്ഷത്രജാതകർക്ക് വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നതും കാണാൻ സാധിക്കും. ഇന്നിവിടെ പറയുന്ന ഈ 5 ഭാഗ്യശാലികളായ നക്ഷത്രജാതകരുടെ ജീവിതം മാറിമറിയുന്ന സമയമാണ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയമാണ്. ആരൊക്കെയാണ് ആ നക്ഷത്രജാതകർ? അവർ ഏതൊക്കെ വിധേനയാണ് വലിയ വലിയ യോഗങ്ങളിൽ എത്തിച്ചേരുക? അവർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായി നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. എല്ലാ രീതിയിലും ഐശ്വര്യം ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒന്നാമത്തെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. 2-ൽ കുജൻ, 4-ൽ കേതു, 6-ൽ ബുധൻ, 7-ൽ ആദിത്യൻ, അഷ്ടമത്തിൽ ശുക്രൻ, 9-ൽ ശനി, 10-ൽ രാഹു, 12-ൽ വ്യാഴം. ഇതാണ് ഗോചരഫലം. ധനനഷ്ടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അത്രയേറെ പുണർദം നക്ഷത്ര ജാതകർ അനുഭവിച്ചു കഴിഞ്ഞു. എന്നാൽ വലിയൊരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ധനപരമായി വലിയൊരു ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകാൻ പോവുകയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് എല്ലാ വിധത്തിലും ഉയർച്ചയിലെത്തും. പരിഹസിച്ചവരും അപമാനിച്ചവരുമൊക്കെ നോക്കി നിൽക്കെ ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിൽ പുണർദം നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടമാണ്, ഒരുപാട് ഭാഗ്യമാണ്, ഒരുപാട് ഉയർച്ചയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിറവേറും ഈ നക്ഷത്രജാതകർ. ചില വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. അതിൽ ഒന്നാമത്തെ വഴിപാട് എന്ന് പറയുന്നത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മാസം തോറും പുണർദം നക്ഷത്ര നാളിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുക. അത് ജീവിതത്തെ മാറ്റിമറിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് ഒരുപാട് രക്ഷപ്പെടുവാൻ, ജീവിതത്തിൽ സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ബഗ്ലാമുഖി അർച്ചന നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുദോഷങ്ങളൊക്കെ അകന്നു പോകുവാൻ, ജീവിതത്തിൽ ദുരിത ദുഃഖങ്ങൾ ഒക്കെ മാറിക്കിട്ടുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ബഗ്ലാമുഖി അർച്ചന നടത്തുക. നിങ്ങളുടെ കടങ്ങളൊക്കെ തീരും. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് പുണർദം നക്ഷത്രജാതകർ എത്തുന്നത്. ഭാഗ്യമാണ്, ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറി രക്ഷപ്പെടുന്ന രണ്ടാമത്തെ നക്ഷത്രം ആയില്യമാണ്. ലഗ്നത്തിൽ കുജൻ, 3-ൽ കേതു, 5-ൽ ബുധൻ, 6-ൽ ആദിത്യൻ, 7-ൽ ശുക്രൻ, അഷ്ടമത്തിൽ ശനി,
9 രാഹു, 11 വ്യാഴം. ഈ ഒരു ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ സമൃദ്ധി വന്നു ചേരേണ്ട സമയമാണ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് രക്ഷപ്പെടേണ്ട സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ ആയിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആയിരുന്നു. എന്നാൽ ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവർക്ക് പ്രണയ സാഫല്യം ഫലമായി കാണുന്നു. പ്രണയ തടസ്സങ്ങൾ മാറും. വാഹനങ്ങൾ വാങ്ങാനും വിൽക്കുവാനുമുള്ള യോഗം വന്നു ചേരും. മനസ്സിന് സുഖവും സമാധാനവും ലഭിക്കും. ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച എന്ത് പ്രാർത്ഥിക്കുന്നുവോ അതൊക്കെ നടന്നു കിട്ടും. ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവർ തന്നെയാണ് ഇവർ. ഇവർക്കിനി സൗഭാഗ്യമാണ്, നേട്ടമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ മഹാമൃത്യുഞ്ജയ ഹോമം 1 വർഷം നിങ്ങളുടെ 4 ദിവസം നടത്തുക. അത് നിങ്ങൾക്ക് ഐശ്വര്യം തരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകറ്റി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങളെന്താണോ മനസ്സിൽ കരുതുന്നത് അതൊക്കെ യഥേഷ്ടം നടന്നു കിട്ടും. അത്രയധികം ഭാഗ്യമാണ് ആയില്യത്തിന്. അത്രയധികം ഉയർച്ചയിലേക്കാണ് ഇവർ എത്തുന്നത്. ഭാഗ്യമാണ്, മഹാനേട്ടത്തിൻ്റെ കാലമാണ്. ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറിക്കിട്ടുന്ന, ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന, ഇന്നേക്ക് 81 ദിവസത്തിനകം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറി രക്ഷപ്പെടുന്ന മറ്റൊരു നക്ഷത്രമാണ് മകം നക്ഷത്രം. ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കും. പലരും ഈ നക്ഷത്ര ജാതകർക്ക് എതിരായുണ്ട്. കുലദൈവത്തെ പൂജിക്കണം. വളരെയധികം എതിർപ്പുകൾ ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടും. മുൻ പരിചയമില്ലാത്ത ഒരു സ്നേഹിതനെ കിട്ടും. മനോവേദനകൾ മറന്ന് വിജയത്തിനായി പ്രാർത്ഥിക്കണം. ഉറപ്പായും ഭാഗ്യം വന്നു ചേരും. ഒരുപാട് നേട്ടമാണ്, ഒരുപാട് ഐശ്വര്യമാണ്, സമൃദ്ധിയാണ് മകത്തിന് വന്നു ചേരാൻ പോകുന്നത്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് കഷ്ടതകൾ ആയിരുന്നു, ബുദ്ധിമുട്ടുകൾ ഒരുപാടായിരുന്നു. എന്നാൽ അതൊക്കെ മാറുകയാണ്. 2 കേതു, 4 ബുധൻ, 5 ആദിത്യൻ, 6 ശുക്രൻ, 7 ശനി, അഷ്ടമത്തിൽ രാഹു, 10 വ്യാഴം, 12 കുജൻ. ഈ ഒരു ഗ്രഹനില പ്രകാരം ഒരു പുതിയ വീട് വാങ്ങുവാനുള്ള യോഗം, ജീവിതത്തിൽ നന്മകൾ ഒരുപാട് വന്നു ചേരുവാനുള്ള യോഗം, ജീവിതം രക്ഷപ്പെടുവാനുള്ള ഒരു യോഗം നിങ്ങളിലുണ്ട്. അത് തീർച്ചയായും നടക്കും. ദേവീക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നല്ല രീതിയിൽ രക്ഷപ്പെടുന്ന സമയം തന്നെയാണ്. സകലവിധ പ്രതീക്ഷകളും മാറി ഒരുപാട് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ചിത്തിര നക്ഷത്രജാതകരും പെടുന്നു. ചിത്തിരയ്ക്കിത് സമയദോഷത്തിൻ്റെ കാലമല്ല, ഒരുപാട് വിജയത്തിൻ്റെ നേട്ടത്തിൻ്റെ കാലഘട്ടമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന കാലമാണ്. ദീർഘകാലമായിട്ടുള്ള പല അഭിലാഷങ്ങളും നടന്നു കിട്ടും. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. ദീർഘകാലമായി രോഗാരിഷ്ടതകളിൽ കഴിഞ്ഞവർക്ക് ഒരു ആശ്വാസം വന്നു ചേരുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നു. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. ഇനി നേട്ടത്തിൻ്റെ സമയമാണ്, ഇനി ഉയർച്ചയുടെ സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും. ദീർഘകാലമായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നു. ധനലാഭം വന്നു ചേരുന്നു. സന്താന അഭിവൃദ്ധി വന്നു ചേരുന്നു. എല്ലാ കാര്യങ്ങളും ദീർഘവീക്ഷണത്തോടെ ചെയ്യാനാകും. ശത്രുഭയം നിങ്ങൾക്ക് കൂടുതലാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. ലഗ്നത്തിൽ കേതു, 3 ബുധൻ,
4 ആദിത്യൻ, 5 ശുക്രൻ, 6 ശനി, 7 രാഹു, 9 വ്യാഴം, 11 കുജൻ. ഈ ഒരു ഗ്രഹനില പ്രകാരം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും. നരസിംഹ സ്തോത്രം ചൊല്ലുക, നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുക. അത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ കാരണമാകും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു വിജയം വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോകുന്നു. നിങ്ങളുടെ സമൃദ്ധിയുടെ കാലഘട്ടമാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കുന്ന കാലഘട്ടം. നിങ്ങളുടെ കടങ്ങൾ മാറുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രം വന്നു ചേരുന്ന സമയം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. വീട് വയ്ക്കാൻ കഴിയുന്ന സമയം. വാഹനം വാങ്ങാൻ കഴിയുന്ന സമയം. ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയം. വിദേശ രാജ്യത്ത് പോകാനുള്ള യോഗം വന്നു ചേരുന്ന സമയം. ഒരു പ്രണയ സാഫല്യത്തിൻ്റെ സമയം. നിങ്ങൾ ആഗ്രഹിച്ച വിവാഹം നടക്കുന്ന സമയം. എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു നല്ല സമയം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു. ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ, ആർക്കും അത്ഭുതമുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടും. നിങ്ങൾക്കുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് പണപ്രശ്നമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ കുബേര ഭഗവാനെ വശ്യം ചെയ്യുക. ആർക്കും ചെയ്യാം. സ്ത്രീക്കോ പുരുഷനോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ കടങ്ങളൊക്കെ തീരും. എല്ലാ പണപ്രശ്നങ്ങളും അവസാനിക്കും. ഒരു ചെമ്പ് തട്ടമെടുക്കുക, അല്ലെങ്കിൽ ഒരു വാഴയില എടുക്കുക. എന്നിട്ട് ശുദ്ധമായ കുങ്കുമം എടുക്കുക. ഈ തട്ടിൽ വെച്ച് കുങ്കുമം നന്നായി പരത്തുക. എന്നിട്ട് സ്ത്രീ എന്ന് കുങ്കുമത്തിൽ എഴുതുക. കിഴക്കോട്ട് ദർശനമായിരുന്ന് ചമ്രം പെടഞ്ഞിരുന്ന് വേണം ഇത് എഴുതുവാൻ. ശുദ്ധിയോടുകൂടി വേണം. എന്നിട്ട് ഈ ഒരു കുബേര മന്ത്രം 1008 തവണ ചൊല്ലുക. ഓം ക്രീം 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 ലക്ഷ്മി കുബേരായ നമഃ. ഓം ക്ലീം 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 ലക്ഷ്മി കുബേരായ നമഃ എന്ന് ചൊല്ലുക. 1008 തവണ ഇത് ചൊല്ലിയതിന് ശേഷം ഒരല്പം തുളസിയിലയും കൂടെ ഇട്ടതിന് ശേഷം ഒരു കുപ്പിയിൽ ഈ കുങ്കുമം ഇട്ട് വയ്ക്കുക. എല്ലാ ദിവസവും നെറ്റിയിൽ തൊടുക. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കണമെന്ന് പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരു വലിയ നേട്ടം, ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നതായി കാണുവാൻ സാധിക്കും. ലക്ഷ്മി കുബേരായ നമഃ എന്ന മന്ത്രം ചൊല്ലിയവരൊക്കെയും രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഒരു വലിയ അവസരം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഈ പറഞ്ഞ പുണർത്തത്തിനും ആയില്യത്തിനും മകത്തിനും ചിത്തിരയ്ക്കും തൃക്കേട്ടയ്ക്കും ഭാഗ്യനാളുകൾ തന്നെയാണ്, വിജയത്തിൻ്റെ നാളുകൾ തന്നെയാണ്. അങ്ങനെ വലിയ വിജയത്തിലേക്ക്, വലിയ ഭാഗ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് എത്താൻ ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.